സിവിൽ സർവീസ് പരീക്ഷയിൽ 71 റാങ്ക് നേടിയ തിരുവനന്തപുരം സ്വദേശിനി ഫാബി റഷീദ് 24-നൊപ്പം ചേരുകയാണ്. സംസ്ഥാനത്ത് 7ാം റാങ്കും ഫാബി റഷീദ് കരസ്ഥമാക്കിയിരിക്കുന്നു. സലീം മാലിക് ചേരുന്നു. സലീം, ഫാബിയുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണോ? വിവരങ്ങൾ, പ്രതികരണം? സന്തോഷത്തിലായിരിക്കുമല്ലോ. ഉറപ്പായും സുഹൈൽ, ഫാബി 71ാം റാങ്ക് നേടിയിരിക്കുന്നത് മാത്രമല്ല ഫാബിയുടെ ആദ്യത്തെ തന്നെ അറ്റംപ്റ്റ് കൂടിയാണിത്. പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണോ? എന്തുണ്ട്, എങ്ങനെയാണ് ഈ ഒരു സമയം കണക്കാക്കുന്നത്? ആദ്യത്തെ 100-നുള്ളിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷയില്ല. ബിക്കോസ് UPSC എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു 100-നുള്ളിൽ വരണം. എവിടെയൊക്കെയാ പഠിച്ചതും മറ്റു വിവരങ്ങളൊക്കെ എങ്ങനെ? ഞാൻ സ്കൂള് സർവോദയ വിദ്യാലയ തിരുവനന്തപുരം 4-ാം ആയിരുന്നു പഠിച്ചത്. കോളേജ് നൈസർ തിരുവനന്തപുരം ആയിരുന്നു. ഞാൻ 2022 പാസ് ഔട്ടായി. അതിനുശേഷം ഞാൻ ഫോർച്യൂൺ IAS അക്കാഡമിയിലാണ് പഠിച്ചത്. സുഹൈൽ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. ഞാൻ സത്യത്തിൽ എൻ്റെ ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഫാബി എൻ്റെ കസിൻ കൂടിയാണ്. ആ ഒരു വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക്, ഞാൻ തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് മാറ്റം വന്നപ്പോഴത്തേക്ക് ഫാബിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എന്തായിരുന്നു? ഞാനിന്ന് പറഞ്ഞ പോലെ സലീമിക്ക അവിടെ വന്നപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ സലീമിക്ക വന്നിരുന്നെങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സിവിൽ സർവീസിൻ്റെ റാങ്ക് വരുമ്പോൾ. അതങ്ങനെ തന്നെ സംഭവിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും സുഹൈൽ, വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഫാബിയും ഒപ്പം കുടുംബവും ഒക്കെ ഉള്ളത്. അതിനപ്പുറം സന്തോഷത്തിലാണ് ഞാനും ഉള്ളത്. സുഹൈൽ, ശരി, ഫാബിയുടെ സ്വന്തം ബന്ധുവായ സലീം മാലിക് തന്നെയാണ് ആ വിവരവും വാർത്തയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ.